Textbook exercise question number 3, page number 200. A sector of central angle 216 degrees is cut out from a circle of radius 25 centimeters and is rolled up into a cone. What are the base radius and height of the cone? What is its volume? 216 ഡിഗ്രി കേന്ദ്രകോണും 25 സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപിക ആക്കിയാൽ അതിന്റെ ആരവും ഉയരവും എത്രയായിരിക്കും? വ്യാപ്തമോ? ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്ത് സെക്ടർ ബിക്കംസ് കോൺ. ഓക്കെ, സെക്ടർ കോൺ ആകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് റിസൾട്ടാണ് ഓർക്കാനുള്ളത്. R is equal to L ആണ്. രണ്ടാമത്തത് x by 360 is equal to R by L ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ടറിന്റെ റേഡിയസ്, അതായത് സർക്കിൾ ആണ് തന്നതെങ്കിൽ സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് സ്ലാൻറ്റേറ്റ് ഓഫ് ദ കോൺ, ചെരിവുയരം, വൃത്തസ്തൂപികയുടെ ചെരിവുയരം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ. സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ബേസ് റേഡിയസ്, പാദ ആരം. എൽ നമ്മൾ പറഞ്ഞു സ്ലാൻറ്റേറ്റ് അഥവാ ചെരിവുയരം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് തന്നത് എന്തൊക്കെയാണ്? ഗിവൺ എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി. അപ്പൊ അതായത് എന്തൊക്കെയാ തന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന നമ്പേഴ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പൊ 216 ഡിഗ്രിയും ഉണ്ട്, 25 ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കുക. 260 ഡിഗ്രി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്ര കോണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ. ഒരു സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എക്സ് എന്നാണ്. എക്സ് നമുക്ക് തന്നു കഴിഞ്ഞു 216 ഡിഗ്രി. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? സർക്കിളിന്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ സെക്ടറിന്റെയും റേഡിയസ് ആണ്. ഓക്കെ, സോ റേഡിയസ് ഓഫ് സെക്ടർ, ക്വസ്റ്റിനകത്ത് സർക്കിളിന്റെ റേഡിയസ് എന്നാണ് പറഞ്ഞത്. സർക്കിളിന്റെ ഒരു ഭാഗമാണ് സെക്ടർ, റേഡിയസ് സെയിം ആണ്. സോ റേഡിയസ് ഓഫ് സെക്ടർ എഴുതിയാൽ മതി, ബിക്കോസ് നമുക്ക് ആവശ്യം സെക്ടറും കോണുമാണ്, സർക്കിൾ ആവശ്യമില്ല. ഓക്കെ, സോ റേഡിയസ് ഓഫ് സെക്ടർ, അതിന് നമ്മൾ ക്യാപിറ്റൽ ആർ എന്നാണ് എഴുതുന്നത്. സോ അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 സെന്റിമീറ്റർ, വൃത്താംശത്തിന്റെ ആരം. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെഷേഴ്സ് ആണ് തന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബേസ് റേഡിയസും കാണണം, ഹൈറ്റും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളത് ബേസ് റേഡിയസ് കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല രണ്ടാമത്തെയാണ്. എക്സ് അറിയാം, ആർ അറിയില്ല, എല്ലും അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സും ഏതെങ്കിലും രണ്ടെണ്ണം, 3 വേരിയബിൾസ് ഉള്ളത് എക്സും ആറും എല്ലും, ഏതെങ്കിലും രണ്ടെണ്ണം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. സോ ഈ ഫോർമുല യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാമത്തത് ഉപയോഗിക്കുകയാണെങ്കിൽ എൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എഴുതാം വെൻ സെക്ടർ ബിക്കംസ് കോൺ, വൃത്താംശം വളച്ച് കോൺ ഉണ്ടാക്കുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു എൽ. സെക്ടറിന്റെ റേഡിയസ്, വൃത്താംശത്തിന്റെ ആരം കോണിന്റെ സ്ലാന്റ് ഹൈറ്റിന് ഈക്വൽ ആയിരിക്കും, വൃത്തസ്തൂപികയുടെ ചെരിവുയരത്തിന് തുല്യമായിരിക്കും. സോ ആർ നമുക്കറിയാം 25 സെന്റിമീറ്ററിന്. സോ ദെർഫോർ എൽ എന്തായിരിക്കും? 25 സെന്റിമീറ്റർ തന്നെ. അപ്പൊ ഇനി നമുക്ക് റേഡിയസ് കാണാൻ ഈസിയാണ്. നമുക്ക് രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കാം. എക്സ് ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ ആണ്. സോ എക്സ് എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? 216 ഡിഗ്രിന്ന്. സോ 216 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു ആർ നമുക്ക് കണ്ടുപിടിക്കണം. സോ ആർ എന്ന് തന്നെ എഴുതാം, ബൈ എൽ. എല്ലിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 25 എന്ന് എഴുതാം. ഇനി നമുക്ക് 216ഉം 216ഉം 360യും 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 9ന്റെ മൾട്ടിപ്പിൾ ആണ് 216ഉം 360. സോ രണ്ടിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആദ്യം. ഓക്കെ, 216നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. 360നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. സോ റൈറ്റ് സൈഡിൽ ആർ ബൈ 25. വീണ്ടും ഇവിടെ 24 ഉണ്ട്, 40 ഉണ്ട്. രണ്ടും 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ടിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിനു മുമ്പ് 4നേക്കാളും വലിയ നമ്പർ എടുക്കുകയാണെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് 24ഉം 14. സോ രണ്ടിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, സോ 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 14നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. സോ നമുക്ക് 3/5 ഇസ് ഈക്വൽ ടു ആർ ബൈ 25 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും 5ഉം 25. ഡിനോമിനേറ്റേഴ്സ് നോക്കുക, രണ്ടും 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആവും. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആവും. സോ നമുക്ക്
3 is equal to r by 5 കിട്ടും. r ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഡിവൈഡ് ചെയ്ത 5നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്താൽ മതി. സോ അത് ഇൻറ്റു 5 എന്ന് എഴുതാം. It lies r is equal to 3 into 5. എന്താണ് 3 into 5? 15. So r is equal to 15 centimeter. എന്താണ് r? Base radius. Base radius of cone. Base radius is equal to 15 centimeter. So base radius നമ്മൾ കണ്ടു. നമുക്ക് കാണാൻ പറഞ്ഞത് ബേസ് റേഡിയസ് മാത്രമല്ല ഹൈറ്റും കാണണം, ഉയരവും കാണണം. അപ്പൊ നമുക്ക് എൽ എന്താണെന്നറിയാം, ആർ എന്താണെന്നറിയാം. സോ എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് റിലേഷൻ ഉണ്ട്. ആകെ ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു റിലേഷനാണ് LHR. ഓക്കെ, LHR യൂസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് L സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എൽ നമ്മൾ കണ്ടിരുന്നു 25 ആണ്. സോ 25 സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എച്ച് സ്ക്വയർ തന്നെ എഴുതാം. ആർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 15 എന്ന്. സോ 15 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ച് സ്ക്വയർ എന്താണ്? ഈ 15 സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. സോ നമുക്ക് 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ എന്ന് വരും. നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഡയറക്റ്റ് അറിയാമെങ്കിൽ 25 സ്ക്വയറും കാണാം 15 സ്ക്വയറും കാണാം, അതിന്റെ ഡിഫറൻസ് കാണാം, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ 25 പ്ലസ് 15 ഇൻറ്റു 25 മൈനസ് 15. 25ഉം 15ഉം കൂട്ടുമ്പോൾ 40 കിട്ടും. 25 മൈനസ് 15 ചെയ്യുമ്പോൾ 10 കിട്ടും. 40 ഇൻറ്റു 10 400 ആണ്. എച്ച് സ്ക്വയർ 400 ആണെങ്കിൽ എച്ച് എന്താണ്? റൂട്ട് 400. സോ ദാറ്റ്സ് ഈക്വൽ ടു 20. സോ എച്ച് നമുക്ക് കിട്ടി 20 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. Therefore height of cone, വൃത്തസ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബേസ് റേഡിയസ് കാണാൻ പറഞ്ഞു, ഹൈറ്റ് കാണാൻ പറഞ്ഞു. ഇനി കാണേണ്ടത് വോളിയം ആണ്, വ്യാപ്തം കാണണം. ഓക്കെ, വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് കോൺ കാണാൻ നമുക്ക് ഫോർമുല ഉണ്ട്. സോ ഫോർമുല എഴുതി വെക്കാം. ആദ്യം തന്നെ ഈ ഫോർമുല എഴുതിക്കോളാം. 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സ്ക്വയർ പിരമിഡിനും ഇതേ ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്, പക്ഷെ ബേസ് ഏരിയ മാറുന്നു. 1/3 ബേസ് ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ. എച്ച് ഹൈറ്റ് എന്താണ്? എച്ച്. ഓക്കെ, സോ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ. ആറിന്റെ വാല്യൂ എത്രയാണ്? ആറ് നമ്മൾ കിട്ടിയിരുന്നു 15 ആണെന്ന്. സോ 15 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 20. ഓക്കെ, അപ്പൊ നമുക്ക് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 15 സ്ക്വയർ ആണുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. 15 സ്ക്വയർ എന്നുള്ളതിനെ 15 ഇൻറ്റു 15 എന്ന് എഴുതാം, ഇൻറ്റു 20. ഓക്കെ, അപ്പോൾ 15/3. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. സോ അത് വലിയ നമ്പറിന്റെ കൂടെ എഴുതുന്നു. സോ 1/3 ആവത് പോയി 1/1 1 ആണ്. ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 5 ഇൻറ്റു 20 എത്രയാ? 5നെ ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആദ്യം. സോ അത് 100 ആണ്. ഇൻറ്റു 15. ഓക്കെ, 100നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1500 പൈ. എല്ലാ യൂണിറ്റും സെന്റിമീറ്ററിലാണ് തന്നത്. ഇത് വോളിയമാണ്. സോ സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് വോളിയം ഓഫ് കോൺ. SSLC 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. A circular sheet of paper is divided into 2 sectors. Central angle of one of them is 160 degree. Then, first question, what is the central angle of the remaining sector? B. These sectors are bent into cones of maximum volume. If the radius of the small cone is 8 cm, what is the radius of the other? What is the slant height of the cones? വൃത്താകൃതിയിലുള്ള കടലാസിനെ 2 വൃത്താംശങ്ങളായി ഭാഗിക്കുന്നു. അതിലൊന്നിന്റെ കേന്ദ്രകോൺ 160 ഡിഗ്രിയാണ്. ബാക്കിയുള്ള വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എന്ത്? ഈ വൃത്താംശങ്ങൾ വളച്ച് പരമാവധി വ്യാപ്തത്തിലുള്ള വൃത്തസ്തൂപികകൾ ഉണ്ടാക്കുന്നു. ചെറിയ വൃത്തസ്തൂപികയുടെ ആരം 8 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റതിന്റെ ആരം എന്ത്? ഈ വൃത്തസ്തൂപികകളുടെ ചെരിവുയരം എന്ത്? സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു സർക്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ട്. സർക്കിൾ രൂപത്തിൽ ഒരു പേപ്പർ. അതിനെ നമ്മൾ 2 സെക്ടേഴ്സ് ആക്കിയിട്ട് മാറ്റുന്നു, മുറിക്കുന്നു. അതിൽ ഒന്നിന്റെ സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രിയാണ്. അപ്പോൾ 160 ഡിഗ്രി വരുന്ന വിധത്തിൽ ഈ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നു. അപ്പൊ 2 ഭാഗം വന്നു. ഒരു ഭാഗം ഈ ബ്ലൂ കളറിലുള്ള ഭാഗമാണ്,
മറ്റേ ഭാഗം ഞാൻ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്യും. അങ്ങനെ 2 ഭാഗമായിട്ട് ഈ സർക്കിളിനെ മാറ്റി. അതിൽ നമ്മൾ മുറിച്ചു മാറ്റുന്നത്, ഒന്നാമത്തെ ഭാഗമായി മുറിച്ചു മാറ്റുന്നത് 160 ഡിഗ്രിയുടെയാണ്. ഇത് 160 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആൻസർ ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിമൈനിങ് സെക്ടർ. ബാക്കിയായ മറ്റ് വൃത്താംശത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്താണെന്ന്, അതായത് ഇത്രയും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെൻട്രൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വരേണ്ടത് 360 ഡിഗ്രിയാണ്. ഇത്രയും 160 വന്നാൽ ബാക്കി ഇത്ര എന്തായിരിക്കും? 200 ആയിരിക്കും. സോ ഒന്നാമത്തെ ആൻസർ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. എത്രയാണ്? 200 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദീസ് സെക്ടേഴ്സ് ആർ ബെൻഡ് ഇൻ ടു കോൺസ് ഓഫ് മാക്സിമം വോളിയം. ഇതിനെ രണ്ടിനെയും നമ്മൾ 2 കോണ് ഉണ്ടാക്കുന്നു. ഇതിനെ വളച്ച് നമ്മൾ 2 വൃത്തസ്തൂപികകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ 160 ഡിഗ്രി കൊണ്ട് ഉണ്ടാക്കിയത് ഞാൻ ബ്ലൂ കളറിൽ വരച്ചേക്കുന്നു. ഇനി ബാക്കി 200 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള അതിനെ വളച്ച് ഉണ്ടാക്കുന്ന കോണിനെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. സോ ഒബ്വിയസ്ലി റെഡ് കളറിലുള്ളതായിരിക്കും വലുത്, കാരണം അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് കൂടുതൽ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ മാറ്റി വരച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചെറിയ കോണിന്റെ, ചെറിയ വൃത്തസ്തൂപികയുടെ റേഡിയസ് 8 സെന്റിമീറ്റർ ആണ്. ചെറുതിന്റെ റേഡിയസ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ വലുതിന്റെ റേഡിയസ് എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ചെറുതിന്റെ റേഡിയസ് തന്നിരിക്കുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വലുതിന്റെ റേഡിയസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് ഈ ചെറിയ കോണിന്റെ ബേസ് റേഡിയസ് ആണ്. ഓക്കെ, നമുക്കറിയാം ചെറിയ കോൺ നമ്മൾ ഉണ്ടാക്കിയത് 160 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള സെക്ടർ വളച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ x/360 ഡിഗ്രി is equal to r/l എന്ന ഫോർമുല ആദ്യത്തെ കോണിന്, അതായത് ചെറിയ കോണിൽ അപ്ലൈ ചെയ്താൽ what you get? x എന്ന് പറയുന്നത് ഈ ചെറിയ കോണിൽ 160 ഡിഗ്രി ആണ്. ദാറ്റ് ഇസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ബൈ 360 ഡിഗ്രി. r എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ബേസ് റേഡിയസ് ഓഫ് സ്മോൾ കോൺ ഇസ് 8. സോ 8/l. ഇവിടെ നിന്ന് നമുക്ക് l കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 160/60 വരുമ്പോൾ നമുക്ക് 0 0 രണ്ടിടത്തുനിന്നും കട്ട് ചെയ്യാം. 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്കുള്ളത് 16/36 ഈക്വൽ ടു 8/l എന്നാണ്. 16ഉം 36ഉം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16/2 8 ആണ്. 36/2 18 ആണ്. ഓക്കെ, ഇനി ന്യൂമറേറ്ററുകൾ നോക്ക്, രണ്ടും സെയിം ആണ്. അപ്പൊ 2നെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ബാക്കിയുള്ളത് 1/8 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1/l. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into l l, 1 into 18 18. l നമുക്ക് കിട്ടും 18 സെന്റിമീറ്റർ എന്ന്. വാട്ട് ഇസ് ആക്ച്വലി l? l is slant height of the cone. സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ നമുക്കറിയാം സെക്ടറിന്റെ റേഡിയസ് ആണ്. ഈ 2 സെക്ടേഴ്സിന്റെയും റേഡിയസ് എന്താണ്? തുല്യമാണ് ആണല്ലോ. അപ്പൊ നമുക്ക് ഈ സെക്ടറിന്റെ റേഡിയസ് r നമുക്ക് കിട്ടും. r എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് എഴുതാം. സെക്ടേഴ്സ് റേഡി r ഈക്വൽ, 2 സെക്ടറിന്റെയും റേഡിയസ് ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കോൺ എടുക്കാം. അവിടെ നമ്മൾ ഈ സെയിം x/360 ഡിഗ്രി ഇസ് ഈക്വൽ ടു r/l യൂസ് ചെയ്യുമ്പോൾ x എന്താണ്? രണ്ടാമത്തെ കോണില്, ഈ റെഡ് കളറിലുള്ള കോണില് x എന്ന് പറയുന്നത് 200 ആണ്. സോ 200/360 ഇസ് ഈക്വൽ ടു r ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ r/l എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെ കേസിലും ഒരേ സ്ലാന്റ് ഹൈറ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഈ സെക്ടർ വളച്ചിട്ടാണ് കോൺ ഉണ്ടാക്കുന്നത്. സോ സെക്ടറിന്റെ റേഡിയസ് എന്താണോ അത് തന്നെയാണ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്.
രണ്ട് സെക്ടേഴ്സിലും റേഡിയസ് സെയിം ആണ്. സോ അപ്പോൾ കോണുകളുടെ സ്ലാന്റ് റേറ്റും എന്ത് തന്നെയായിരിക്കണം? തുല്യമായിരിക്കണം. സോ നമുക്ക് ആദ്യത്തെ ചെറിയ കോണിന്റെ സ്ലാന്റ് റേറ്റ് 18 എന്ന് കിട്ടി. അത് തന്നെയാണ് വലിയ കോണിന്റെയും സ്ലാന്റ് റേറ്റ്. സോ അത് നമുക്ക് 18 എന്ന് എഴുതാം. ഓക്കെ, നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ, അതായത് വലിയ കോണിന്റെ റേഡിയസ് കിട്ടും. സോ 0 0 ഞാൻ കട്ട് ചെയ്തു. ഇനി 20/36 ആണുള്ളത്. 20/36 ഈസ് ഈക്വൽ ടു R/18. ഡിനോമിനേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 36ഉം 18ഉം 18ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 18നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 36നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 20/2 10 വരും. R/1 R എന്ന് പറഞ്ഞാൽ R എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ റെഡ് കളറുള്ള കോണ് നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് ബേസ് റേഡിയസ് എന്ത് കിട്ടി? 10 കിട്ടി. Therefore, radius of large cone is equal to 10 centimeter. രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് സി, വാട്ട് ഇസ് ദ സ്ലാന്റ് റേറ്റ് ഓഫ് ദ കോൺസ്. നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് കോണുകളുടെയും സ്ലാന്റ് റേറ്റ് എന്താണ്? ചെരിവുയരം എന്താണ്? L18 തന്നെയാണ്. സോ നമുക്ക് എഴുതാം 18 സെന്റിമീറ്റർ. SSLC model 2018. A cone is made from sector of radius 10 centimeters and central angle 216 degree. What is slant rate and radius of the cone? Find the volume of the cone. 10 സെന്റിമീറ്റർ ആരവും 216 ഡിഗ്രി കേന്ദ്രകോണമുള്ള വൃത്താംശത്തിൽ നിന്ന് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വൃത്തസ്തൂപികയുടെ ചെരിവുയരവും ആരവും എന്ത്? വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുക. ഇവിടെ നമ്മൾ സെക്ടർ ആണ് കോണാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R is equal to L ആണ്. രണ്ടാമത്തെ റിസൾട്ട് x/360 is equal to R/L ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? റേഡിയസ് ഓഫ് സെക്ടർ തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. നമുക്ക് എഴുതാം ഗിവൺ റേഡിയസ് ഓഫ് സെക്ടർ, വൃത്താംശത്തിന്റെ ആരം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ R ആണ്. അത് 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന സെൻട്രൽ ആംഗിൾ ആണ്. സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന X എന്നാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 216 ഡിഗ്രി. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ കാണേണ്ടത് സ്ലാന്റ് റേറ്റും കണ്ടുപിടിക്കണം, റേഡിയസും കാണണം. നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് സെക്ടർ ബിക്കംസ് കോൺ, R is equal to L. റേഡിയസ് ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു സ്ലാന്റ് റേറ്റ് ഓഫ് കോൺ. റേഡിയസ് ഓഫ് സെക്ടർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ സ്ലാന്റ് റേറ്റ് എന്താണ്? L is equal to 10 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് സ്ലാന്റ് റേറ്റ്, ചെരിവുയരം. സ്ലാന്റ് റേറ്റ് is equal to 10 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ഫോർമുലയാണ്. x/360 is equal to R/L. X നമുക്ക് തന്നിട്ടുണ്ട് 216 ആണെന്ന്. by 360 is equal to R. R നമുക്ക് കണ്ടുപിടിക്കണം. L നമുക്കറിയാം 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റേഴ്സ് നോക്കാം. 360ഉം 10ഉം 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 360നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36. ഇനി 216ഉം 36. 216നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുക. ആണല്ലോ, 36 into 6 ആണ് 216 വരുന്നത്. സോ 216/36 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. 6 equal to R എന്ന് പറഞ്ഞാൽ R is equal to 6 സെന്റിമീറ്റർ. R എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് റേഡിയസ്. That is base radius is equal to 6 centimeter. നമ്മൾ ഒന്നാമത്തെ പാർട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞു. സ്ലാന്റ് റേറ്റും കണ്ടുപിടിച്ചു, ബേസ് റേഡിയസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് രണ്ടാമത്തെ പാർട്ടിൽ വോളിയം ഓഫ് ദ കോൺ ആണ്. ഓക്കെ, സോ ബി പാർട്ട്. വോളിയം ഓഫ് കോൺ, വൃത്തസ്തൂപികയുടെ വ്യാപ്തം. അതിന് നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല? 1/3 into base area into height. 1/3 into പാദപരപ്പളവ് into ഉയരം. അപ്പൊ നമ്മൾ ഈ ഫോർമുലയിലേക്ക് ആ ലെറ്റർ ഉപയോഗിച്ച് എഴുതാം. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. ഹൈറ്റിന് h. R അറിയാം, പക്ഷെ h അറിയില്ല. നമുക്ക് അറിയാവുന്ന എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കൊരു കോണിന്റെ കേസിൽ LHR കണക്ട് ചെയ്യാം. സോ വാട്ട് ഇസ് ദാറ്റ്? L² is equal to h² plus R².
L തന്നിരിക്കുന്നത് 10 ആണ്. സോ 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു h നമുക്ക് കണ്ടുപിടിക്കണം. സോ h സ്ക്വയർ പ്ലസ് 6 നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ആണ്. സോ 6 സ്ക്വയർ 10 സ്ക്വയർ 100 ആണ് ഇസ് ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 36 ആണ്. സോ h സ്ക്വയർ കാണണമെങ്കിൽ നമുക്ക് 100 മൈനസ് 36 കണ്ടാൽ മതി. 100ന്ന് 36 കുറച്ചാൽ നമുക്ക് 64 കിട്ടും. സോ h സ്ക്വയർ 64 ആണെങ്കിൽ h എന്താണ്? റൂട്ട് 64 പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ് 8. h നമുക്ക് 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. So therefore volume 1/3 into pi into r 6 ആണ്. So 6 square into height 8 ആണ്. Okay. അപ്പോൾ 1/3 into pi into 6 സ്ക്വയറിനെ നമുക്ക് 6 into 6 എന്ന് എഴുതാം into 8. So 6/3 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 2 into 6 2 into 6 12 ആണ്. 12 into 8 96. സോ നമുക്ക് ആൻസർ എഴുതാം. 96 പൈ ഉണ്ട്. 96 പൈ. പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കണമെന്നില്ല. ഈ ക്വസ്റ്റിനകത്ത് പൈ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ. സോ 96 പൈ. ഇത് എല്ലാ യൂണിറ്റും തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. ഇത് വോളിയം ആണ്. സോ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ, മലയാളത്തിലാണെങ്കിൽ ഘന സെന്റിമീറ്റർ എന്ന് എഴുതാം.